ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെയാണ് രണ്ടുപേരും. അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത്. കുടുംബജീവിതത്തെ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയോട് സാദൃശ്യപ്പെടുത്തി. ഈ ധൂർത്തപുത്രൻ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പോയപ്പോൾ ഒരു 7 പടിയായിട്ട് അവസാനം ഒരു വലിയ തകർച്ചയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കുകയും ചെയ്തു, 8ാമത്തെ പടിയായിട്ട് ധൂർത്തപുത്രൻ ആത്മഹത്യ ചെയ്തില്ലല്ലോ, പകരം ധൂർത്തപുത്രൻ ഒരു U-ടേൺ എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്തത് എന്ന്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അടുത്ത എപ്പിസോഡിൽ ധൂർത്തപുത്രൻ ഈ 7 പടിയായിട്ട് അങ്ങറ്റം വരെ തകർന്നു പോയത് തിരിച്ച് പിതാവിൻ്റെ പക്കലേക്ക് എത്താൻ ഇനിയുണ്ടൊരു 7 പടി, പോയ പോലെ തന്നെ തിരിച്ചു വരണമല്ലോ, അത് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് അത് വെച്ചിട്ട് കുടുംബജീവിതത്തിൽ ഇപ്പം തകർന്ന കുടുംബജീവിതങ്ങൾക്കൊക്കെ തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനാണ് ഈ എപ്പിസോഡ്. അപ്പം അതിൻ്റെ ആ 1ാമത്തെ പടിയിലങ്ങ് തുടങ്ങാം. തിരിച്ചുവരവിൽ ഈ ധൂർത്തപുത്രനിലുണ്ടായത് 1ാമത്തേത് സുബോധം. ഏത് തിരിച്ചുവരവിനും ഒരു സുബോധം ആവശ്യം. നമ്മൾ മനഃപൂർവ്വമല്ല വീണു പോകുന്നത്, സുബോധം നഷ്ടപ്പെടുക. വികാരങ്ങൾ വേലിയേറുമ്പോൾ നമുക്ക് വിവേകം വഴിമാറിപ്പോകും. അതാണ് കുടുംബത്തിൽ പടിപടിയായിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ വന്നൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് പറയും, ഓ ഞാൻ പോട്ടേക്ക് പോവുക, ഒരു ധ്യാനം കൂടെ, അല്ല അട്ടപ്പാടി, അണക്കര, എവിടെയെങ്കിലും ഒരു സ്ഥലമൊക്കെ പറയും, അസീസി, കാരീസ്വവൻ, നമ്മൾ പറയും ശാലോമിൽ ഒരു ധ്യാനം കൂടുമ്പോഴത്തേക്ക് ഒരു സുബോധം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വലിയ ചില അറിവില്ലാത്ത മനുഷ്യർ പറയും, ഓ ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, പിന്നെ അതിനാ ധ്യാനം കൂടാൻ പോകുന്നത്. അത് അറിവില്ലാത്ത മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ധ്യാനം കൂടുന്നത് പാപം ചെയ്തതിൻ്റെ പരിഹാരമല്ല, സുബോധം. ഉള്ളിൽ നല്ല ബോധമുണ്ട്, അത് തീക്കട്ട പോലെ ചാരം ഒന്ന് മൂടിക്കിടക്കുക. അതൊന്ന് ഊതി മാറ്റുന്നതാണ് ധ്യാനം, പാട്ട്, ആരാധന, കരഘോഷം, കൈ ഉയർത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ സുബോധം ആവശ്യമാണ്. നമുക്ക് തോന്നണം, അയ്യോ ഞാൻ കല്യാണം കഴിച്ച് ഒരു പെണ്ണിൻ്റെ മകളുടെ ഉത്തരവാദിയല്ലേ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഉത്തരവാദി ഉള്ള ആളല്ലേ. സുബോധം. അവർക്ക് തോന്നും, അയ്യോ ഞാൻ വെറൊരു കളിപ്പെണ്ണല്ല, ഒരുത്തൻ്റെ ഭാര്യയാണ്, മക്കളുടെ അമ്മയാണ്, അടിസ്ഥാനപരമായ ഭാര്യയാണ്. ആ സുബോധം. ധൂർത്തപുത്രന് തോന്നി, അപ്പൻ്റെ ഊട്ടുമേശയിൽ നിന്ന് പന്നിക്കുഴി വീണല്ലോ, ഞാൻ കിടക്കേണ്ട സ്ഥലമല്ലല്ലോ ഇത്. ഇതാണ് സുബോധം. ഞാൻ ആബ്സെൻ്റ് ആകേണ്ട അടുത്ത് പ്രസൻ്റ് ആയല്ലോ എന്നുള്ള തിരിച്ചറിവാണ് സുബോധം. കള്ളുടിയന്മാർക്കില്ലാത്ത സുബോധമാണ്. കുടിയന്മാർക്ക് സുബോധമില്ലല്ലോ, അവരിങ്ങനെ പൂസായിട്ട് കിടക്കും. ഒരു മനുഷ്യൻ കുടിച്ചിങ്ങനെ പൂസായിട്ട് റോഡ് സൈഡിൽ കിടന്നു. ഒരു ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു, ഇയാൾക്ക് സഹതാപം തോന്നി, പിടിച്ചെഴുന്നേൽപ്പിച്ചു, മുഖമൊക്കെ തുടച്ചു, നേരെ നിർത്തി. അപ്പോൾ ഇവന് ഒരു ചെറിയ സുബോധം വന്നു. ഈ കുടിയനാണ് എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ. അപ്പം പിന്നെ ബോധം മറിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നവന് ഇവൻ കയ്യെ പിടിച്ച് ആളോട് ചോദിച്ചു, ചേട്ടൻ്റെ പേരല്ല? അയാൾ പറഞ്ഞു, എൻ്റെ പേര് പൗലോസ്. ഒരു പൗലോസ് ചേട്ടനാണ് പിടിച്ചത്. ഉടനെ കുടിയനെ പട്ടും പറയും, ആഹാ പൗലോസാണോ, കുറേ നാളായല്ലോ കത്തെഴുതാൻ തുടങ്ങിയിട്ട്, റോമാക്കാർ മറുപടി വല്ലതും തന്നായിരുന്നു എന്ന് ചോദിച്ചു. ഇതാണ് കുടിയൻ്റെ അവസ്ഥ. ഈ അവസ്ഥ നമുക്കും വരാം, കുടുംബത്തിൽ വരാം. എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല, അങ്ങൊരു മാന്യം വന്നങ്ങ് മരവിച്ചു പോവുക. അവിടെ 1ാമത്തെ സ്റ്റേജ് ബോധമുള്ളവരായിട്ട് തീരുക. എൻ്റെ ഉള്ളിൽ ബോധമുള്ളവരായിട്ട് തീരുക. ഭാരത സന്യാസത്തിൽ പറയും, എവേക്കനിങ് ഓഫ് ദ സെൽഫ്. എൻ്റെ ഉള്ളിനെ ഞാൻ ഒന്ന് ഉണർത്തുക, ഞാൻ ആരാണെന്നൊന്ന് അറിയുക. ഈ അറിവില്ലായ്മയാണ് പലപ്പോഴും തകർച്ചയിൽ നമ്മളെ കൊണ്ടുപോകുക. അപ്പോൾ ഒന്ന്, കുടുംബത്തിൻ്റെ അടിസ്ഥാന ഭാഗം രക്ഷ. എത്ര വീണാലും ആത്മഹത്യയാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഒരു സുബോധമാണ്. എനിക്കൊരു നവീകരണം ആവശ്യമുണ്ട്, ഏതോ എന്നെ ചേരാത്തതുണ്ട്, ആ അറിവുകൾ. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. അറിവുള്ളവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പൊ സുബോധം വന്നതോടുകൂടി ധൂർത്തപുത്രൻ ഒരു തീരുമാനം എടുത്തു, അതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ ഈ ചിലരുണ്ട്, സുബോധം വന്നാലും ആ ബോധത്തോടെ അവിടെ തന്നെ കിടക്കും, എഴുതിട്ട് പോവുകയില്ല. ഇത് പന്നിക്കൂടലല്ലേ, ഇത് ചക്കമടലല്ലേ, ഇത് പന്നിത്തീറ്റയല്ലേ, ഇത് കപ്പമുട്ടിയല്ലേ, എല്ലാം മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, എനിക്ക് തീരുമാനമില്ല. അവബോധം ഉണ്ടായി, സുബോധം ഉണ്ടായി, പക്ഷെ എനിക്ക് തീരുമാനമില്ല. ഇപ്പം ധൂർത്തപുത്രൻ തീരുമാനിച്ചു, ഞാൻ പോവും. എൻ്റെ ഭാര്യയോട് മിണ്ടിയാലായിരുന്നു, ഞാൻ ഇന്ന് മുതൽ വർത്തമാനം പറഞ്ഞു തുടങ്ങും. ഒരുമിച്ച് ഭക്ഷണത്തിന് കാണുകയല്ല, ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പലപ്പോഴും ഭാര്യയോട് മിണ്ടാതെ ടി വിയും കണ്ടുകൊണ്ടിരിക്കും, ഭർത്താവിനോട് മിണ്ടാതെ ചാനലും കണ്ടുകൊണ്ടിരിക്കും. അതല്ല, മിണ്ടണം, ഭർത്താവിന് സമയം കൊടുക്കണം,
ഭാര്യയ്ക്ക് സമയം ഞാൻ കൊടുക്കും, തീരുമാനം. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കൊഞ്ചിക്കണം, ലാളിക്കണം, തീരുമാനം. പലപ്പോഴും പല കുടുംബങ്ങളിൽ നിന്ന് ചിറകില്ലാത്ത പെടക്കോഴികളാണ്. ചിറകില്ലാത്ത പെടക്കോഴി. കാരണം ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ഒതുക്കാൻ പറ്റുന്നില്ല. കാരണം ചിറകില്ല. IT വേൾഡ്, കമ്പ്യൂട്ടർ ലോകം, കട, പഠിപ്പീര്, ആശുപത്രി, നേഴ്സ്, നടന്ന് അവിടെ എല്ലാം പോയി കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾക്ക് വെക്കാനൊരു ചിറകില്ല. എന്ന് വെച്ചാൽ കൂടെ ഇരിക്കാൻ സമയമില്ല. ഇതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങും. ഇതാണ് 2ാം ഘട്ടം. സുബോധം നയിക്കുന്നു, തീരുമാനത്തിലേക്ക്. തീരുമാനം എടുത്താൽ നടപ്പിലാക്കണോ? ആ തീരുമാനം നടപ്പിലാക്കുന്നതാണ് തിരിച്ചു പോകുന്നവരെ. തിരിച്ചു പോകാൻ തുടങ്ങി. അതെ, എത്ര നാൾ മിണ്ടാതിരുന്നോ ഞാൻ മിണ്ടി തുടങ്ങും. എത്ര നാൾ അകന്നിരുന്നോ അടുത്ത് തുടങ്ങും. എത്ര പൊക്കത്തിൽ നിന്ന് കുഴി വീണോ അത്രയും പൊക്കത്തിലേക്ക് ഞാൻ തിരിച്ചു കയറും. എത്ര ദൂരം നടന്നു നീങ്ങിയോ അത്രയും ദൂരം ഞാൻ തിരിച്ച് നടക്കും. അതൊരു നല്ല ഒരു കട്ടി വേണം. തീരുമാനത്തിന് സ്റ്റെപ്പ് വെച്ച് തുടങ്ങാൻ പറയാൻ എളുപ്പമാണെങ്കിലും നല്ലൊരു സ്ട്രോങ് സ്റ്റെപ്പ്. ദൈവത്തിന്റെ സ്വഭാവം ഒന്നാമത്തെ സ്റ്റെപ്പ് വെക്കുന്നവനെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ അവസരം കൊടുക്കും. അതാണ് ദൈവകൃപ. കാരണം നമുക്ക് എന്തോ ഒരു ബ്ലോക്കാണ്, ആ ബ്ലോക്ക് അങ്ങ് മാറുമ്പോൾ കൃപ അങ്ങ് ഒഴുകാൻ തുടങ്ങും. ആദ്യ സ്റ്റെപ്പ് വെക്കുന്നവനെ അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള അനുഗ്രഹം കൃപ ദൈവം കൊടുത്തിരിക്കും. അതാണ് ഒരു പ്രത്യേകത. അപ്പം നമ്മളൊരു തിരിച്ചുപോക്ക് കുടുംബത്തിൽ നടക്കണം. ഓരോരുത്തർക്കറിയാം ഏത് മേഖലയിലൊക്കെ ഞാൻ വീണു പോയെന്ന്. അത് തേർഡ് പാർട്ടിക്ക് പറയാൻ പറ്റുമല്ല. അതറിയാവുന്ന ഇവർ തന്നെ കണ്ടെത്തണം. ഇന്ന മേഖല ശ്രദ്ധിച്ചാൽ എനിക്ക് നേരെയാക്കാൻ പറ്റും. ട്രായ്ക്ക് തെറ്റിയാണ്, പക്ഷെ യഥാർത്ഥ ട്രായ്ക്ക് വരാൻ പറ്റും. ഇന്ന മേഖല ഞാൻ ശ്രദ്ധിച്ചാൽ മതി. അതാണ് തിരിച്ചു പോകുക. തിരിച്ചു പോകുമ്പോൾ ഒരു വേദനയുണ്ട്, ഒരു നാണക്കേടുണ്ട്, ചെറുതാകലുണ്ട്. അതൊക്കെ നമ്മൾ സഹിക്കണം. അത് തിരിച്ചു പോകിൻ്റെ ഒരു നൊമ്പരമാണ്. ഇപ്പോൾ ഒന്ന് സുബോധം, രണ്ടാമത് നല്ലൊരു തീരുമാനം, മൂന്നാമതൊരു തിരിച്ചു പോകും. ആ തിരിച്ചുപോക്കിൽ തമ്പുരാൻ നമുക്ക് പലതും തരൂല്ലോ. അപ്പോൾ ധൂർത്തപുത്രന് വലിയൊരു പശ്ചാത്താപം ഉണ്ടായല്ലോ. ഒരു കുറ്റബോധമല്ല, ഒരു വലിയ പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ഒക്കെ ആണല്ലോ. എനിക്കൊന്ന് അങ്ങനെ ഒരു പശ്ചാത്താപവും ഒരു ഏറ്റുപറച്ചിലും പല തെറ്റുകളോടും നമ്മുടെ മനസ്സിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ, കുടുംബജീവിതത്തിലും. അത് ഈ പശ്ചാത്താപം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാ ജീവിതാന്തസ്സിലും ദൈവത്തിന് മുമ്പിലും പാർട്ട്ണറുടെ മുമ്പിലും ഒക്കെ ഈ പശ്ചാത്താപം നമ്മൾ കാണിക്കണം. ഈ പശ്ചാത്താപം വന്നു കഴിയുമ്പം പിന്നെ തലകനങ്ങളില്ല, ചുമ്മാ അങ്ങ് താഴും. ഞാൻ എത്ര കൊച്ചായാലും വേണ്ടിയല്ല, അങ്ങ് താഴും. അതാണ് ഇവനിൽ കാണുക. അങ്ങയ്ക്കെതിരെ സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, പുത്രനെന്ന് വിളിക്കാൻ യോഗ്യതയില്ല. ആ ഏറ്റുപറച്ചിലാണ് പശ്ചാത്താപം. ഇപ്പം ഭാര്യയോട് പറയുന്നു, എൻ്റെ എടി നിനക്കെതിരെ മക്കൾക്കെതിരെ ഒരുപാട് മോശമായ കാര്യം ഞാൻ ചെയ്തു പോയി, നീ ക്ഷമിക്കണം. ഭാര്യ ഭർത്താവിനോട് ചേട്ടനെതിരെ കുഞ്ഞുങ്ങൾക്കെതിരെ ഞാൻ ഒരുപാട് കാര്യം ചെയ്തു, ക്ഷമിക്കണം. എവിടെ പശ്ചാത്താപത്തിൻ്റെ മനസ്സുണ്ടോ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പലപ്പോഴും നമുക്ക് ഒരു തലക്കനവും ജാടയൊക്കെ വരാം. ധൂർത്തപുത്രനെ കുറിച്ച് ഓർക്കുമ്പം അവന് വേണമെങ്കിൽ അപ്പൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് വേണം ഇങ്ങനെ പറയാം, അപ്പാ ഞാൻ പോയെന്നുള്ളത് സത്യമാണ്, എന്നെപ്പോലായിരുന്നു അപ്പനെങ്കിൽ അപ്പനും പോയേനെ, പിന്നെ ഞാനങ്ങ് പോയെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ തിരിച്ചു വന്നല്ലോ. ഞാൻ ഒളി സങ്കേതത്തിലോ ഭീകരന്മാർക്കൊന്നും പോയില്ലല്ലോ, തിരിച്ചു വന്നില്ലേ. ഇനി ഉള്ള വീതം ഒന്നുകൂടെ വീതിച്ചിട്ട് നമുക്ക് ഘോഷിക്കാം. അങ്ങനെയുള്ള ധൂർത്തപുത്രന്മാരിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലല്ലോ, എൻ്റെ തീരുമാനം തെറ്റായി, എൻ്റെ നടപ്പ് തെറ്റിപ്പോയി, ക്രമം തെറ്റിപ്പോയി എന്നുള്ള ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. ഭാര്യയോട് അതിനാ ദൈവമനുഷ്യൻ എന്നൊരു വാക്കാണ് സോറി. സോറി അത് ഭാര്യയോട് പറഞ്ഞ എന്തിനാ കാണിക്കുന്നത്? അതെ, ഭർത്താവിനോട് പറയാൻ എന്തിനാണ് കാണിക്കുന്നത്? ഒരു സോറി. കാരണമായിട്ട് മക്കൾക്ക് പറയാൻ പറ്റിയാലേ, നിങ്ങൾ പ്രായമായിട്ടും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ, സോറി, ഞങ്ങൾ നോക്കാൻ പറ്റിയിട്ടില്ല, ഒരു സോറി പറയാൻ പറ്റുക. അപ്പം അങ്ങനെ പറയുമ്പം ഒരുപാട് പ്രശ്നം തീരും. അതേ സമയത്ത് പോയിട്ട് വീണ്ടും ന്യായീകരണവും എന്തോ ഔദാര്യം കാണിച്ച പോലെ എൻ്റെ തിരിച്ചു വരവ്, ഞാനില്ല കാണാമായിരുന്നു, ഞാൻ വന്നല്ലോ, ആ തലക്കനം പാടില്ല. വീഴ്ച വന്നോ വിനയപ്പെടണം, തകർന്നു പോയോ ആ തകർച്ച അക്സെപ്റ്റ് ചെയ്യണം. അതാണ് പശ്ചാത്താപം. അതാണല്ലോ നമ്മുടെ ധൂർത്തപുത്രനും അങ്ങയുടെ വേലക്കാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ കരുതണം എന്നുള്ള ഒരു എളിമയും. പക്ഷെ അതുകൊണ്ട് മോതിരമിട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണല്ലോ പിതാവ് സ്വീകരിച്ചത്. അങ്ങനെ ഒരു സ്വീകരണം കൂടി കൊടുക്കണ്ടേ അങ്ങനെ വരുമ്പോൾ സോറി പറയുന്നവരോട്? തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഓപ്പൺനെസ്സും നമ്മൾ കുടുംബജീവിതത്തിൽ കാണിക്കണം അല്ലേ? ശരിയാതാ. നമ്മൾ പറയും ഒരു റീയൂണിയൻ ആവശ്യം അല്ലേ. യുണൈറ്റഡ് ആയിരുന്നു, സെപ്പറേറ്റ് ആയി, ഒരു റീയൂണിയൻ. റീയൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു പുനർസംഗമം. ഒരു പുനർസംഗമം
വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ തിരിച്ചു വരണോ, വരുന്നയാൾക്ക് തോന്നണം എന്നെ കാത്തു നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്. റെയിൽപാളത്തിൽ ജീവൻ അർപ്പിക്കുന്നത് എനിക്ക് തിരിച്ചു ചെല്ലാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. എന്നും കുടിച്ചു ചെല്ലുന്ന കെട്ടിയവനെ ഭാര്യ തെറി വിളിച്ചാൽ അവൻ കടത്തിൻ്റെ കൊണ്ട് ഹാപ്പിയാവും. തിരിച്ചു ചെന്നാൽ ഇതിനേക്കാൾ കൂടി ഡോസ് വരും, ഇവിടെ കിടന്നേക്കാം. ഒളിച്ചുപോയ മക്കൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ഒരു അമ്മയും അപ്പനെയും ഉണ്ടെന്ന് ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ അവരാ പോക്കിലങ്ങ് പോവും, പിന്നെ തീരും. ഇതാണ് പുനഃസംഗമം. ബൈബിളിൻ്റെ ഒരു വലിയ പ്രത്യേകത, എപ്പോഴെല്ലാം നമ്മൾ തിരിച്ചു ചെല്ലാൻ തയ്യാറാണോ അപ്പോഴൊക്കെ കാത്തു നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്. ദൂർത്തപത്രം ചെന്നപ്പം കാത്തു നിൽക്കുന്ന ഒരപ്പനുണ്ട്. അവിടെയാണ് നമ്മൾ കാണുക ഒരു വാക്യത്തിൽ 5 ക്രിയ. പലപ്പോഴും അത് കാണുകയല്ല ബൈബിളിൽ. ലൂക്ക 15:20 5 ക്രിയകൾ ഒറ്റ വാക്യത്തിൽ. കാണുന്നു, മനസ്സലിയുന്നു, ഓടിച്ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. അത് സാധാരണ ബൈബിളിൽ അത്രയും വാക്യങ്ങളില്ല. എന്ന് പറഞ്ഞാൽ തിരിച്ചു ചെല്ലുന്നതിനോട് ദൈവം കാണിക്കുന്ന കരുണ, ആ ഒരു രീതി വേണം. ഒരു ഭാര്യ അല്പം തെറ്റിപ്പോയി, തെറ്റായ ട്രാക്കിലൂടെ പോയി, അകന്നു, ഡൈവോഴ്സിൻ്റെ പക്കത്ത് വരെ എത്തി നിൽക്കുക. അപ്പോൾ അവൾക്ക് തോന്നി തെറ്റിപ്പോയി, തിരിച്ചു വരണം കെട്ടിയവനിലേക്ക്. അങ്ങനെ തിരിച്ചു വരാൻ ഭാര്യ വരുമ്പോൾ, മനസ്സ് കാണിക്കുമ്പോൾ ഭർത്താവ് അവിടെ വരവ് കാണണം, കല്യാണത്തിൻ്റെ നാളോർത്ത് മനസ്സലിയണം, അവളേക്കാൾ മുമ്പേ അങ്ങോട്ട് ഓടിച്ചെല്ലണം, കെട്ടിപ്പിടിക്കണം, മൂർധാവിൽ മുത്തമിടണം. ഇതാണ് ക്ഷമിച്ചു സ്വീകരിച്ചതിൻ്റെ ഒരു തെളിവാണ്. ഭർത്താവ് വരും, ഉഴപ്പി കുടിച്ചു നിന്നുണ്ട്, അവസാനം എല്ലാം തകർന്ന് തിരിച്ചു വരിക. വരുമ്പം ഭാര്യ രക്ഷയില്ലാണ്ട് വന്നതല്ലേ, വലിയ കാര്യം വന്നല്ലോ, എവിടെ എത്താന്ന് വായി പൊളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ തീർന്നു. മനസ്സലിയണം, ഓടിച്ചെല്ലണം, ആലിംഗനം ചെയ്യണം, ചുംബിക്കണം, പുണരണം, വെൽക്കം ചെയ്യണം. ഇത് എല്ലായിടത്തും ആവശ്യമാണ്. അപ്പം അത് കൊടുക്കാൻ ശ്രമിക്കണം. എത്ര അകന്നാലും എത്ര വെറുത്താലും ഒരു പോസിറ്റീവ് സൈൻ കാണിക്കുമ്പോൾ ഇതെല്ലാം ഭാര്യ ഭർത്താവിനോട് കാണിക്കണം, ഭർത്താവ് ഭാര്യയോട് കാണിക്കണം. അതാണ് റീയൂണിയൻ, പുനർസംഗമം എന്ന് പറയുക. ഈ പുനർസംഗമം ഉണ്ടാകണം, ഈ ആറ്റിറ്റ്യൂഡ് വേണം. ആറ്റിറ്റ്യൂഡ് തിരിച്ചു ചെല്ലുന്ന ആളിലും വേണം, കാത്തു നിൽക്കുന്നതിലും വേണം. ഞാൻ കണ്ടിട്ടുണ്ട്, ഭാര്യയും മക്കളെയും വിട്ടിട്ട് പോയ കെട്ടിയവൻ പിന്നീട് തിരിച്ചു വരുമ്പം മക്കളെല്ലാം കൂടെ അപ്പൻ്റെ നെഞ്ചത്ത് കയറി കിടന്ന് ഒരു ആഘോഷം, ഉത്സവം പോലെ നടത്തുന്നത് ചില രംഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയാണല്ലോ, ആഘോഷമായിരുന്നല്ലോ. അതെ, അങ്ങനെയുള്ള ഇത് കാണുമ്പോഴത്തേക്ക് പിന്നെ അവരെ വിട്ടുപോകാൻ അപ്പന് തോന്നുകയല്ല. തീർച്ചയായിട്ടും അമ്മയും അപ്പനും അകന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തൊരു തകർച്ചയല്ല. പക്ഷെ അവർ ഒരുമിക്കുന്നു എന്ന് കഴിയുമ്പോഴോ അവർക്ക് എന്തോ ഒരു ആനന്ദമാണ്. അപ്പം ജീവിതത്തിൽ ഈ ഒരു പുനർസംഗമം, അതിന് അകലാനുള്ള കാരണങ്ങൾ തേടിയതുപോലെ അടുക്കാനുള്ള കാരണങ്ങൾ തേടാൻ പഠിക്കും. ഏതെല്ലാം കാരണങ്ങളാൽ അകന്നോ, പല കാരണമുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇനി അടുക്കാനുള്ള കാരണങ്ങളായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് പുനർസംഗമം. അവിടെ വീണ്ടും കെട്ടിടം ഭവനമായിട്ട് മാറും, സിമെൻറ്റും കമ്പിയൊക്കെ ഒരു ആലയമായിട്ട് മാറും. അല്ലെങ്കിൽ ഇവരൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടിക, സിമെൻ്റ്, കമ്പി, കഴുക്കോല. പക്ഷെ ഇതെല്ലാം വന്നു കഴിയുമ്പം അത് ഭവനം. ഭവനം എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കുന്നതായിട്ട് നമ്മുടെ വീട് മാറും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങോട്ട് വരുന്ന സ്റ്റെപ്പുകളൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് പ്രാർത്ഥനയോടെ നല്ലൊരു ധൈര്യത്തോടുകൂടി ചെയ്യേണ്ടതാണ്. ശരിക്കും ഒരു പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. നല്ല പണിയുമാണത്. 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒറ്റ ചാടും ചാടിയാൽ മതി. പക്ഷെ 10ാം നിലയിൽ കയറണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പുണ്ട്. ഇതുപോലെ തകരാൻ ഒരു തീരുമാനം ഒറ്റ ചാട്ടവും മതി. പക്ഷെ വീണ്ടും വളരണമെങ്കിൽ പടിപടിയായിട്ട് നമ്മൾ അധ്വാനിച്ച് കയറണം. അവിടെയാണ് പുനഃസംഗമം. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വലിയ സ്വർഗതുല്യമായ സന്തോഷം വീണ്ടും അനുഭവിക്കാനുള്ള ഒരു വലിയ അവസരം കിട്ടുകയും ചെയ്യും. അതെ, അതാണല്ലോ ദൂർത്തപത്തിലും കാണുന്നത്. അവന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊഴുത്ത കാള, ഭയങ്കര ഉത്സവം, ഭയങ്കര ആഘോഷം, ഇതെല്ലാം നടന്നു. ഇതുപോലെയാണ് ഡൈവോഴ്സിന് കോടതിയിൽ ഫയൽ ചെയ്തിട്ട് പിന്നെ പുറത്ത് കോടതി അനുവദിച്ച കൗൺസിലിംഗ് വന്നിട്ട് വർത്തമാനം തിരിച്ചു പോകുമ്പം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. കെട്ടിപ്പിടിച്ച് കരയും. കാരണം അവർക്കറിയാം ഒരു നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തിരിച്ചു വരും. കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ ലഭിച്ചതാണ്, പിന്നെ എങ്ങനെയോ പോയി, അത് വീണ്ടും തിരിച്ചു വരും. അതാണ്
നമ്മൾ പറയും ഒരു ആഹ്ലാദ ആരവമുണ്ടായി, ഒരു വലിയ ആഹ്ലാദ ആരവമുണ്ടാവും. വരണ്ട മനസ്സിൽ ഒരു മഴ പോലെ വരും. തകർന്ന ഹൃദയങ്ങൾക്ക് ഒരു പുതുജീവൻ വരും. എല്ലാം തീർന്നു എന്ന് കരുതിയെടുത്ത് ഒന്നേന്ന് മാറാൻ പറ്റും. ഇതാണ് നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം. ഈ ആഹ്ലാദത്തിൽ കുഞ്ഞുങ്ങളുണ്ട്, പാർട്ട്ണറുണ്ട്, രണ്ട് കുടുംബത്തിൻ്റെ അംഗങ്ങളുണ്ട്. ഇവർക്ക് മാത്രമല്ല ആഹ്ലാദം, അകന്നുപോയ മക്കൾ ഒരുമിച്ച് കൂടുമ്പം കാരണന്മാർക്കും എന്നൊരു ആഹ്ലാദമാണ്. ദൈവമേ, എല്ലാം തീർന്നെന്ന് കരുതി ഇത്ര ആയല്ലോ എന്നുള്ള ഒരു വലിയ ആഹ്ലാദം. അത് പുനഃസംഗമം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ആനന്ദം, ആഹ്ലാദം ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ ഓർക്കുമായിരുന്നു, ഏത് എക്സ്ട്രീം വരെ പോയ ഒരാളാണല്ലോ ഈ ധൂർത്തപുത്രൻ. അതിനപ്പുറത്തേക്ക് ഇനി അധപ്പതിക്കാനില്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് തിരിച്ചു വരാൻ സാധിക്കുമെങ്കിൽ നമ്മളെന്തിനാണല്ലേ നിരാശപ്പെടുന്നത്? എത്ര അബദ്ധങ്ങളിൽ പോയാലും എന്തൊക്കെ രീതിയിൽ അധപ്പതിച്ചാലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇങ്ങനെ സ്വർഗം തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സദ്വാർത്തയുടെ പ്രത്യാശയുടെ സുവിശേഷമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലെല്ലാം പങ്കുവച്ചത്. അതിനകത്താണ് അവസാനം നമ്മൾ കണ്ടുപിടിക്കും അവൻ പുതിയ വസ്ത്രം ധരിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ അലങ്കൃതനായല്ലോ, പഴയതെല്ലാം പിന്നെ ഉരിഞ്ഞു കളഞ്ഞു. ഈ എന്തെല്ലാം കേസും വഴക്കും പൊക്കാറും ഉണ്ടായോ എല്ലാം ഉരിഞ്ഞു കളഞ്ഞു. വീണ്ടും വിവാഹത്തിൻ്റെ ആദ്യം നമ്മിലേക്ക് പോകുന്ന ഒരു അലങ്കൃതനായി, അലങ്കാരമായി. അങ്ങനെ കുടുംബത്തിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഞാൻ അന്നേരം ഓർക്കുമായിരുന്നു, ഇനി ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയതിനെ പറ്റി പറഞ്ഞു, തിരിച്ചു വന്നതിനെ പറ്റി പറഞ്ഞു. ഈ അച്ഛൻ പറഞ്ഞല്ലോ, ഇപ്പം പുതിയ വസ്ത്രം ധരിച്ചു പിന്നീട് തിരിച്ചു പോകരുതെന്ന്. പക്ഷെ നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് ഒരു സ്വഭാവമുള്ളത്, നമുക്ക് അബദ്ധങ്ങൾ പറ്റിയാലും നമ്മൾ തിരിച്ചു വന്നാലും ചിലർ പിന്നെയും, ബൈബിളിൽ തന്നെ പറയാറുണ്ടല്ലോ, പിന്നെയും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വരവൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയുള്ളവരും ഇപ്പം നിലവിൽ കുറേ ഉണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ അബദ്ധങ്ങളിൽ വീണ്ടും 2, 3, 4 പ്രാവശ്യം നമ്മൾ പറയാറില്ലേ, ഒന്ന് ശരിയായിട്ട് റെഡിയായിട്ട് വന്നതാ, പക്ഷെ വീണ്ടും അതിലേക്ക് മൂക്കുമുത്തി വീഴുന്നവരും തെറ്റായി പോകുന്നവരും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും അച്ഛൻ്റെ ഇതിൽ വന്നിട്ടുണ്ടോ? അല്ലാതെ അവിടെയാണ് നമുക്കൊരു നിരന്തര ഗൈഡൻസ് ആവശ്യമേ. നിരന്തരമായൊരു ഓൺഗോയിങ് ഫോർമേഷൻ എന്ന് പറയുന്ന പോലെ ഒരു തുടർ പരിശീലനം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ആദ്യത്തെ ഒരു നെഗറ്റീവ് അടയാളം കാണുമ്പോഴേ ഏതെങ്കിലും ഫാമിലി കൗൺസിലിങ്ങിലേക്ക് നമ്മളങ്ങ് പോകണം. കാരണം ഇല്ലെങ്കിൽ എത്രമാത്രം തകരാവുന്ന പാഠം പഠിച്ചവരാ. പിന്നെ ഉണ്ടാകാതിരിക്കണം, അത് ഫാമിലി കൗൺസിലിങ്ങിലേക്ക് പോകണം. ഫാമിലി റിന്യൂവൽ റിട്രീറ്റുകളുണ്ട്, അതിൽ പങ്കെടുക്കണം. പിന്നെ ഒരു ചെറിയ അടയാളം കാണുമ്പം ഒരുമിച്ച് ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീണ്ടും നമുക്ക് തുടങ്ങുന്നത്? എവിടെയോ ഇനിയും ട്രാക്കി തെറ്റിയിട്ടുണ്ടല്ലോ, അത് അടുത്തിരും തമ്മിൽ പറയാം. പറഞ്ഞ് തീരുന്നില്ലെങ്കിൽ ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ പോയി പങ്കെടുക്കണം. കാരണം നമ്മൾ ഈ പ്രാവിൻ്റെ കൂടെ, പ്രാവ് ദേഹത്ത് ചെളി പറ്റും. ചെളി പറ്റുമ്പം അതങ്ങനെ ചെളി പറ്റിയിട്ട് അത് ഒറ്റയ്ക്കിരുന്ന് തുടച്ച് കളഞ്ഞ് വൃത്തിയുള്ളതാവും. പിന്നെയും എന്തെങ്കിലും സാധനം കാണും, വീണ്ടും പോയി അതിനോട് ചാടും, പിന്നെയും ചെളി പറ്റും. മനുഷ്യനും ഇങ്ങനെയാണ്. നമ്മൾ ചെളി പറ്റുമ്പം ഒന്ന് കഴുകും, പക്ഷെ വീണ്ടും അതുപോലെ സാഹചര്യം വരും, വീണ്ടും പോയി ആ ചെളിക്കുഴി വീഴും. ഇതാണ് തകർച്ച. അങ്ങനെ വീഴാതിരിക്കാൻ നിരന്തരമായ ബലം, സപ്പോർട്ട്. നമുക്ക് നല്ല നല്ല കാര്യം പറഞ്ഞു തരുന്നവരുണ്ട്, അവരുടെ ഉപദേശം ചോദിക്കുന്നു, നമ്മൾ അവരുടെ നിർദ്ദേശങ്ങൾ എന്താണോ അത് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ച് നമ്മുടെ വഴികളെ നമ്മൾ തിരുത്താനായിട്ട് ശ്രദ്ധിച്ചോളുക. അങ്ങനെ ശ്രദ്ധിക്കുവാണെന്ന രീതിയിൽ ഈ ചെളിക്കുഴിയിൽ നമുക്ക് ഉയരാൻ പറ്റും. ചില ഒരിക്കൽ തിരിച്ചു വന്നാൽ പിന്നെ ഒരിക്കലും പഴയതിലേക്ക് പോയിട്ടില്ല. ചില ഒരു തമ്മിലടിച്ച് കീരിയും പാമ്പും പോലെ നിന്നതാ, ദൈവമേ എങ്ങനെ ഇതുപോലെ മാറിപ്പോയെ, അങ്ങനെ പറയുന്ന ദാമ്പത്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു എന്ത് കഷ്ടപ്പെട്ട് ഒപ്പിച്ചാലും പിന്നെയും വിട്ടൊന്നും മുറിയുണ്ട്, ഇങ്ങനെ പോകും. ഈ മദ്യപാനവും മറ്റ് ബന്ധങ്ങളും അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഈ സ്വഭാവത്തിൽ തന്നെ ഈ ഒരു പ്രത്യേകത കാണുമല്ലോ. അവരെ നമ്മൾ എത്ര പ്രാർത്ഥിച്ച് പെറുക്കി കൊണ്ടുവന്നാലും ഇവർ വീണ്ടും ചാടി പോകാനുള്ളൊരു ടെൻഡൻസി പിള്ളേർക്കും, അത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ നമ്മൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അവനവൻ തന്നെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടു കൂടി നിന്നില്ല നമുക്ക് പണിയും കിട്ടും അല്ലേ? ഓർക്കാത്ത പണി കിട്ടും. ഓർത്തവരൊന്നും പിന്നെ കാര്യങ്ങൾ നടക്കത്തുമില്ല. ഇവിടെ സ്വന്തക്കാരും ബന്ധുക്കാരും മറ്റുള്ളവരും എടുക്കുന്നൊരു സ്റ്റെപ്പും പ്രധാനപ്പെട്ടതാണ്. ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ഫൈനൽ തീരുമാനമോ വാക്കോ പറയാൻ പാടില്ല. കുടുംബത്തിൽ ഇനിയും ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. എത്ര തകർന്നാലും ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. വലതുവശത്തെ കള്ളൻ അവസാന നാഴിയിൽ ഒന്നേന്ന് തുടങ്ങി. തകർന്നുപോയ ധൂർത്തപുത്രൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങി.
ഇതുപോലെ ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഇത്ര തകർച്ച വന്നാലും വീണ്ടും ഒന്നേം തുടങ്ങാം. പലവട്ടം വീഴുമ്പം നടക്കാൻ പഠിക്കും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വീണ് ഒരു പാഠം പഠിക്കട്ടെ. എങ്കിലും നമ്മൾ തള്ളുകയല്ല, പൊക്കാനായിട്ടൊരു കൈ എപ്പോഴും കൊടുക്കുക. അത് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന്, സ്വന്തക്കാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സാധ്യത തുറന്നു കൊടുത്താൽ വീണുപോയ ആർക്കും എഴുന്നേക്കാൻ പറ്റും. അതാണ് അപ്പൻ സ്വീകരിച്ചപ്പം. പക്ഷേ ഇവിടെ വേറൊരു ഫിഗറുണ്ട്, അത് മൂത്തപുത്രനാണ്. പലപ്പോഴും കുടുംബങ്ങൾ നശിപ്പിക്കുന്നത് ഈ മൂത്തപുത്രന്മാരാണ്. അവർ കമൻറ്റും പറഞ്ഞ് മാറി നിൽക്കും. ഒരു കുടുംബത്തിൽ നന്മ വരുമ്പോൾ കമൻറ്റ് പറഞ്ഞ് മാറി നിൽക്കും. ഹോ, എന്തെല്ലാം പറഞ്ഞാൽ മാറിയെന്ന്, ആഹ്ലാദിക്കാൻ പറ്റിയില്ല, അകത്ത് കയറിയില്ല, പുറത്ത് അതും ഇതും പറഞ്ഞുകൊണ്ട് നിന്നു. ഇതുകൊണ്ട് കുറേ പേര് സപ്പോർട്ടിന് പകരം അകറ്റുന്ന വർത്താനം പറയും. വന്നു കഴിഞ്ഞാലും പറയും, സൂക്ഷിച്ചിട്ട് വേണം തോന്നും കേട്ടോ, ഇനി എപ്പോഴാണ് ഒപ്പിച്ചിട്ട് പോകുന്നതെന്ന് അറിയത്തില്ല, ഇങ്ങനത്തുള്ള വാക്ക് പറയും. നമുക്ക് തോന്നും വരണ്ടായിരുന്നു. ആ രീതിയിൽ നിരാശപ്പെടുന്ന വാക്ക് പറയുന്നവരുണ്ട്. അവരെ ശ്രദ്ധിക്കാതെ വളർത്തുന്ന പോസിറ്റീവ് വാക്ക് പറയുന്നവരോട് സാമീപ്യം കൊടുക്കാനും അത് കേൾക്കാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നത് ഒരു സ്നേഹമുള്ള അപ്പൻ്റെ സാന്നിധ്യമാണ്. പലപ്പോഴും കടന്നു വരുന്നത് മൂത്തപുത്രൻ്റെ സാന്നിധ്യമാണ്. നമ്മൾ ഈ ഭർത്താവിൻ്റെയും പലരും ബന്ധുക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ മൂത്തപുത്രരാകരുത്, അവർ അപ്പൻ്റെ സ്വഭാവമുള്ളവരാകണം. എങ്കിൽ തകർന്നു പോയ കുടുംബം വീണ്ടും ഒന്നുകൂടി പുനർജീവിപ്പിക്കാനും ബലപ്പെടുത്താനും ഒക്കെ ഏത് ഭർത്താവിനും ഏത് ഭാര്യയ്ക്കും പറ്റും. എന്തായാലും ഞാൻ ഓർക്കുകയാണ്, അങ്ങനെ വീണ്ടും തിരിച്ചു വരാനും പിന്നീട് തിരിച്ച് വീണ്ടും ചെളിക്കുഴിയിലേക്ക് പന്നിക്കുഴിയിലേക്ക് പോകാതിരിക്കാനൊക്കെയുള്ളൊരു വിവേകം പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. മനുഷ്യനല്ലേ, പലതും അബദ്ധങ്ങളൊക്കെ പറ്റിയാലും കൂടുതൽ പ്രാർത്ഥിക്കാം, കൂടുതൽ വിശുദ്ധ കുർബാന കാണാം. അങ്ങനെ ഒരു ആത്മീയ ചൈതന്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പം എന്തായാലും ഈ 2 എപ്പിസോഡുകളിലൂടെ അങ്ങോട്ട് പോയ പോലെ തിരിച്ചു വരാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷമായിട്ട് കാണാം.